വളരെ വ്യത്യസ്തമായ ഒരു ആശയത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ വഞ്ചിയൂരുള്ള ഒരു കഫേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ആശയത്തിന് പിന്നിലുള്ള വനിതയെ ഈ വനിതാ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. ഈ കഫേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് ഇതിന്റെ മുതലാളി തന്നെ പറയുന്നതായിരിക്കും. ആതിര, എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ആതിര തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മുടെ ചായക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ഹോം ഷെഫ്സിന്റെ പേരിലാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഒത്തിരി സ്ത്രീകളുണ്ട്, സ്ത്രീകൾ മാത്രമല്ല ഒത്തിരി ആൾക്കാരുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നവര്. പക്ഷെ അവർക്കൊരു ഇൻകം സോഴ്സോ, കാരണം ഇപ്പം നമ്മൾ നമ്മുടെ അമ്മമാരെ പറ്റിയോ നമ്മുടെ ആൻറ്റിമാരെ പറ്റിയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അവർ ചിലർ പഠിച്ചിട്ടുള്ളതാവാം, പക്ഷേ ഒരു ഡിപ്പെൻഡൻസി, ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി പലർക്കും ഉണ്ട് നമ്മളുടെ നാട്ടിൽ. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, അവർക്കൊരു ഇൻകം സോഴ്സ്, അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾക്ക് കൊണ്ട് തന്ന് നമ്മളത് ആൾക്കാരിൽ എത്തിച്ച് അവർക്കൊരു ഇൻകം സോഴ്സ് ആണ് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. പ്രൊഫഷൻ വൈസ് അഡ്വക്കേറ്റ് ആണ്. ഇത് ഈ പലഹാരം ഉണ്ടാക്കലും കേക്ക് ഉണ്ടാക്കലും ഒക്കെ എൻ്റെ പാഷനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മഞ്ചൂര് പ്രാക്ടീസ് ചെയ്യുകയാണ്. പാഷൻ ഇതായതുകൊണ്ട് എനിക്കിത് വിട്ട് കളയാൻ പറ്റില്ല. അപ്പം പ്രാക്ടീസിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യുന്നു പോവുകയാണ്. ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നത്? കാരണം ഒരുപാട് ആളുകൾക്ക് ഒരു അത്താണിയാണ് ഇപ്പോൾ. അതെ, എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്? എൻ്റെ അമ്മ ഒരു ഹോം ഷെഫ് ആയിരുന്നു. അമ്മ പൊതിച്ചോറൊക്കെ ചെയ്യുമായിരുന്നു. അത് ഒരു 5 വർഷത്തിന് മുന്നേ ആണ്. ഇവൺ ആഫ്റ്റർ 5 years ഓരോ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട് പൊതിച്ചോറുണ്ടോ എന്ന്. അപ്പൊ ആ ഒരു ഫീലിലാണ് എന്തുകൊണ്ട് ഇതേപോലുള്ള ബാക്കിയുള്ളവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവന്നുകൂടാ, എന്തുകൊണ്ട് ഇവരുടെ ഭക്ഷണം നമുക്ക് ആൾക്കാരിൽ എത്തിച്ചുകൂടാ, അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിക്കൊടുത്തുകൂടാ എന്നുള്ളത്. വനിതകളുടെ വീട്ടിൽ സ്വയം തൊഴിൽ പോലെ ഉണ്ടായിക്കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന് ടേസ്റ്റ് അല്പം കൂടുതലാണ്. ഞാനൊരു IT ഫാമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ലോകത്ത് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ. അതിന്റെ 1000 എക്സാമ്പിളുകളിൽ ഒന്നാണ് ഞാൻ, അല്ലേ? അതെ. അപ്പൊ ഇത് കൂടെ ഉള്ളവർക്ക് നല്ല സപ്പോർട്ടാണോ? അതെ അതെ, അവരിവിടെ വരാറുണ്ടോ? ഉണ്ട്, എന്റെ ടീം എല്ലാരും വരാറുണ്ട്. അവർക്കെല്ലാം നല്ല അഭിപ്രായമാണ്. അവരവിടെ പ്രൊമോട്ട് ചെയ്യാറ് വരെ ഉണ്ട് എന്റെ ഓഫീസില്. ആതിര പൊതുവെ കുക്ക് ചെയ്യാറുണ്ട്. ആതിരയുടെ ഐറ്റംസ് എന്തെങ്കിലും ഇവിടെ സ്നാക്സ് ആയിട്ട് കൊടുക്കാറില്ല? അങ്ങനത്തെ കടുങ്കരി ചെയ്യാറില്ല. അതില്ല, നമുക്ക് നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ഒത്തിരി അമ്മമാരുണ്ട്. അപ്പൊ നമ്മൾ അവരുടേത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനായിട്ട് കോഫി, ടീ ഒക്കെ അത് ഞങ്ങളുടെ ഓൺ റെസിപ്പി തന്നെയാണ്. ഇഡ്ഡലി ഞങ്ങളുടെ റെസിപ്പിയാണ്. സോ ഇതുവരെയാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ് ഉള്ളത്. നമ്മളായിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് R&D ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തതാണ് എല്ലാ വെറൈറ്റീസ് ഓഫ് ടീ, കോഫി, ഇഡ്ഡലീസ് എല്ലാം. സാധാരണ ഈ കഫേസിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ നല്ലൊരു വൈബിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വേറെ ടൈപ്പ് പേരൊക്കെ ഇടാം. ചായക്കാരി എന്നുള്ളത് ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരാണ്. എന്നാൽ അങ്ങനെയല്ല, നമുക്കൊരു വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു സ്റ്റൈലൊക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഐഡിയയും അതിലൂടെ തന്നെയാണോ? അതെ, പേര് ആക്ച്വലി ഞങ്ങൾ കുറെ പേര് ഇതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവസാനം എത്തിപ്പെട്ടതാണ് ഇതിൽ. നമ്മളുടെ ചായക്കാരികളാണ് നമുക്ക് ഇവിടെ പലഹാരം തരുന്നത്. അപ്പോ ഒരു എന്താ പറയാ, ഒരു വെസ്റ്റേണൈസ്ഡ് അല്ലാത്തൊരു പേര് വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഈ ഒരു ഔട്ട്ലെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹോം ഷെഫ്സ് ആയിരിക്കും നമുക്ക് സാധനങ്ങൾ തരുന്നത്, കുക്ക് ചെയ്ത് തരുന്നത്. അപ്പൊ തിരുവനന്തപുരത്തിന്റെ രുചിയായിരിക്കും അവിടെ മേജറായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഇനി നമ്മൾ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ചെന്നൈയിൽ ഒരു ഔട്ട്ലെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ചായക്കാരി ചെന്നൈയിൽ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ ചെന്നൈയിലുള്ള ഓതൻറ്റിക് സാധനങ്ങളും ആ ഒരു ചുറ്റളവിലുള്ള ആൾക്കാരുണ്ടാക്കുന്ന ഓതൻറ്റിക് സാധനങ്ങളും കിട്ടും. സോ ആ ഒരു ഓതൻറ്റിസിറ്റിയും ആ ഒരു കൾച്ചറും ഡെവലപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് റിലേറ്റ് ചെയ്തൊരു പേര് വേണമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു പേര് ഫിക്സ് ചെയ്യുന്നത്. അതെന്തായാലും നല്ല ക്ലിക്ക് ആയില്ലേ എല്ലാവരും? അതെ അതെ, അതെ അതെ, കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആണ് ശരിക്കും. ഞാൻ ഇൻസ്റ്റാ റീൽസ് കണ്ട് അങ്ങനെ ഫേമസ് ആയി കണ്ട് വന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഞാൻ ആദ്യം വിചാരിച്ച ഗീ പൊടി മുകളിലത്തെ മാത്രം ഗീ ആയിരിക്കും, പക്ഷെ ഇത് ഇഡ്ഡലിയിലും ഫുൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു, പിന്നെ അതിൻ്റെ ചട്നീസ് ആണെങ്കിലും അടിപൊളി കോംബോ ആണ്.
ഇവിടെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് സ്പേസ് കൺസ്ട്രെയിൻസ് ഉണ്ട്. ലൈക്ക് ഇത് ഭയങ്കര ബിസി സ്ട്രീറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേറെ ലൊക്കേഷൻസ് ആണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾക്ക് ഉടനെ അടുത്തൊരു 6 മാസത്തിൽ പ്രതീക്ഷിക്കാം. അതെ അതെ അതെ. Drop your anxiety, elevate your creativity and have some positivity. അപ്പൊ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞ പോലെ ക്യാമറാമാൻ വിനോദ് പി സോമനൊപ്പം ചായക്കാരിൽ നിന്നും ചായക്കാരിയോടൊപ്പം അപർണ വിനോദ്. ഒരു വനിതാ ദിനാശംസ കൂടെ പറഞ്ഞാലോ? പിന്നെന്താ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ.